തമിഴ്നാട്ടിലെ കള്ളാക്കുറിച്ചിയിലുണ്ടായ വിഷമദ്യ ദുരന്തത്തിൽ 29 പേർ മരിച്ചു എന്ന വാർത്ത ഇപ്പോൾ വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 72 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. ഇതിൽ ചികിത്സ തേടിയ പല ആളുകളുടെയും അവസ്ഥ വളരെ ഗുരുതരമാണെന്നും അന്വേഷണം CBI ഏറ്റെടുക്കണമെന്നും തമിഴ്നാട് BJP ആവശ്യപ്പെട്ടു. ഈ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. മദ്യത്തിൽ മെഥനോളിൻ്റെ അംശം തിരിച്ചറിഞ്ഞുവെന്നും വാർത്തയുണ്ട്. സംഭവത്തെ തുടർന്ന് കള്ളാക്കുറിച്ചി ജില്ലാ കളക്ടറെ സ്ഥലം മാറ്റിയിരുന്നു. പോലീസ് സൂപ്രണ്ടടക്കം 10 പോലീസുകാർക്കും സസ്പെൻഷൻ കിട്ടി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിക്കുകയും ചെയ്തു. ആദ്യം ഡൽഹിയിൽ നിന്നും രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, യഥാർത്ഥത്തിൽ കേന്ദ്ര തലത്തിൽ ഏജൻസി അന്വേഷിക്കണമെന്ന രീതിയിൽ ആവശ്യമുയരുന്നുണ്ടല്ലോ. കള്ളാക്കുറിച്ചിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN ദേശീയ ഏജൻസികൾ ദക്ഷിണേന്ത്യയിൽ വലിയ രീതിയിലുള്ള മദ്യദുരന്തമുണ്ടാകും എന്ന് ഉത്സവ സാഹചര്യം മുൻനിർത്തി കഴിഞ്ഞ മാസങ്ങളിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഇതിന് അനുബന്ധമായിട്ട് സ്വീകരിച്ച നടപടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ കേന്ദ്രത്തിന് എതിരഭിപ്രായമുണ്ട്. തമിഴ്നാടിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ സമീപ നാളുകളിലായിട്ട് വലിയ രീതിയിൽ ഈ മയക്കുമരുന്ന് മദ്യ മാഫിയകൾ പിടിമുറുക്കുന്നു എന്ന നിഗമനം കേന്ദ്ര ഏജൻസികൾ വച്ചു പുലർത്തുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിരീക്ഷണവും ഒക്കെ വേണം എന്നുള്ള നിർദ്ദേശമായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരുന്നത്. തമിഴ്നാടിന്റെ വിവിധ തീരമേഖലകൾ വഴി സംസ്ഥാനത്തേക്ക് വലിയ രീതിയിൽ മദ്യവും മയക്കുമരുന്നും എത്തുന്നു എന്ന നിഗമനമായിരുന്നു ഈ കേന്ദ്ര ഏജൻസികൾ തമിഴ്നാട് സർക്കാരിനെ അറിയിച്ചിരുന്നത്. അതൊന്നും പാലിക്കാത്ത, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ നടത്തേണ്ട പരിശോധനകളൊന്നും നടക്കാത്തതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിന് കാരണം എന്ന പ്രാഥമിക നിരീക്ഷണമാണ് ഈ കേന്ദ്ര ഏജൻസികൾ വെച്ചു പുലർത്തുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇന്നലെ ഈ ദുരന്തമുണ്ടായതിനു ശേഷം സംസ്ഥാന സർക്കാരിന്റെ ഏജൻസികൾ സെൻട്രൽ ഫോറൻസിക് ലബോറട്ടറിക്ക് മദ്യ സാമ്പിളുകൾ, അവർ ശേഖരിച്ച മദ്യ സാമ്പിളുകൾ കൈമാറിയിട്ടുണ്ട്. ആ സാമ്പിളുകളുടെ പ്രാഥമിക പരിശോധനയിൽ വിഷമദ്യമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന വിധം മെഥനോളിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു എന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം. അത് സംസ്ഥാന ഏജൻസികളെ, സംസ്ഥാന ആരോഗ്യ മന്ത്രാലയത്തെ അടക്കം ഈ ഫോറൻസിക് ലബോറട്ടറി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതുവരെയും ഇത് വിഷമദ്യ ദുരന്തമാണ് എന്ന് സ്ഥിരീകരിക്കാത്ത തമിഴ്നാട് സർക്കാരിന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത മണിക്കൂറുകളിൽ അത് സ്ഥിരീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാകും ഉണ്ടാവുക. SKN സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇക്കാര്യത്തിൽ ഇനി കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാകുമോ എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇതിനകം പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് BJP ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അഥവാ CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് എത്തിയിട്ടുണ്ട്. തമിഴ്നാട് സർക്കാർ പല മേഖലകളിലും, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന് അനുബന്ധമായിട്ട് വലിയ രീതിയിൽ മദ്യമാഫിയകൾക്ക് സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ അവസരം ഒരുക്കിയിരുന്നു എന്ന ആക്ഷേപമടക്കമാണ് അവർ ഉന്നയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കണമെന്നുണ്ടെങ്കിൽ, അഥവാ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ CBIയുടെ അന്വേഷണം വേണമെന്നാണ് അവർ പറയുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇക്കാര്യത്തിൽ പരാതി നൽകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടിയുണ്ട്. തമിഴ്നാട് ഗവർണർ ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള ചില നടപടികൾക്ക് തുടക്കമിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തമിഴ്നാട് സർക്കാരിനോട്, തമിഴ്നാട് ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് ഈ മദ്യദുരന്തവുമായി ബന്ധപ്പെട്ട് നൽകാനായിട്ട് ആവശ്യപ്പെടാൻ ഒരുങ്ങുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തമിഴ്നാട് സർക്കാരും ഗവർണറും തമ്മിൽ നിലനിൽക്കുന്ന ശീതസമരം, ആ ശീതസമരത്തിന്റെ ഭാഗമായി കൂടി ഈ വിഷയത്തിലെ നടപടികൾ മാറാൻ പോകുന്നു അടുത്ത മണിക്കൂറുകളിൽ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ. യഥാർത്ഥത്തിൽ വിഷമദ്യ ദുരന്തത്തിൽ മരണം 29 ഉയർന്നു എന്ന വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. 69 ആളുകൾ ചികിത്സയിലാണ്. ഇതിൽ ചില ആളുകളുടെ നില വളരെ ഗുരുതരമാണെന്നറിയുന്നു. മനീഷ് മൂർത്തി ചേരുന്നു നമുക്കപ്പം. മനീഷ് മൂർത്തി, ഈ കള്ളാക്കുറിച്ചിയിൽ നടന്ന സംഭവം എത്രമാത്രം ഗുരുതരമാണ്? എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? എന്തൊക്കെ നടപടികളാണ് സംസ്ഥാന സർക്കാർ തമിഴ്നാട്ടിൽ സ്വീകരിച്ചിട്ടുള്ളത്? SKN, മരണം വർദ്ധിക്കുകയാണ് ഓരോ മണിക്കൂറുകളിലും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാവിലെയാണ് 2 പേർ മരിച്ച നിലയിൽ, 2 പേരെ അവശ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിക്കുകയും അവർ മരിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ കരുണാപുരം എന്ന് പറയുന്ന മേഖലയിലുള്ള നിരവധി ആളുകൾ ആശുപത്രികളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും, ഏകദേശം രാത്രിയാകുമ്പോഴേക്കും 90-ലധികം ആളുകൾ, അത് കള്ളാക്കുറിച്ചിയിലും സേലത്തും വിഴിപ്പുറത്തും അതുപോലെ തന്നെ പുതുച്ചേരിയിലെ ജിപ്മർ ആശുപത്രിയിലേക്കും ഒക്കെ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിലും ഇപ്പോഴും ഏകദേശം 75-ലധികം ആളുകൾ ഇവിടെ ഈ പറഞ്ഞ
ഇടങ്ങളിലൊക്കെ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു കാര്യം. ഇതിൽ പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായി തന്നെ ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. എന്നാലും കരുണാപുരം എന്ന് പറയുന്ന മേഖലയിൽ ഏകദേശം 200 ലിറ്ററോളം ചാരായം ആ ഒരു സമയത്ത്, അതായത് ഇതിന്റെ തലേ ദിവസം വിറ്റഴിച്ചിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന കണക്കുകൾ. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചില നടപടികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. കലക്ടറെ സ്ഥലം മാറ്റി, SP സസ്പെൻഡ് ചെയ്തു. മാത്രമല്ല ഈ കരുണാപുരം മേഖല വരുന്ന പോലീസ് സ്റ്റേഷനിലുള്ള 9 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടികളൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല 2 മന്ത്രിമാർ, അത് ആരോഗ്യമന്ത്രി M സുബ്രഹ്മണ്യവും മന്ത്രി EV വേലുവും ഒക്കെ കള്ളാക്കുറിച്ചിയിലെത്തി അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നടക്കുമ്പോഴും ഓരോ മണിക്കൂറുകളിലും മരണം കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മരണം 29 ആയിരിക്കുന്നു. ഇനിയും പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇവർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നു. എന്തായാലും വലിയ തോതിലുള്ള വിമർശനം അല്ലെങ്കിൽ ഒരു വലിയ വിഷയമായി തന്നെ ഇത് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് തമിഴ്നാട്ടിൽ. ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ തന്നെ DMK ആണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഈ DMK-ക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. DMK സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പറഞ്ഞ രീതിയിൽ വലിയ തോതിൽ വ്യാജചാരായം ഒഴുകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നുള്ളത് മേൽമരുവത്തൂരിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. അവിടെയും 18 പേരാണ് ഈ വ്യാജചാരായം കുടിച്ച് മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. സമാനമായ അർത്ഥത്തിൽ തന്നെയാണ് ഈ ഒരു കള്ളാക്കുറിച്ചിയിലെ ദുരന്തവും. അത് അതിനേക്കാൾ ഏറെ ഭീകരമാണ് കള്ളാക്കുറിച്ചിയിലെ അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും 2 സ്ത്രീകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ 29 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ മറ്റുള്ളവരെ റിക്കവറി ചെയ്യാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചികിത്സ നൽകാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ഉണ്ട് എങ്കിൽ കൂടിയും പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. SK. ഓക്കെ, താങ്ക് യു മനീഷ് മൂർത്തി.